ഇതേ രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നതെങ്കിൽ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ പോറ്റിക്ക് ഉൾപ്പെടെ ജാമ്യം കിട്ടുന്ന അവസ്ഥ കേരളത്തിലുണ്ടാവും. അതായത് ഇന്നലെ വരെ വന്ദേ ഭാരതിൻ്റെ സ്പീഡിൽ പോയിരുന്ന അന്വേഷണം ഇപ്പോൾ പാസഞ്ചർ ട്രെയിനിൻ്റെ അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. പിന്നോക്കക്കാർക്ക് വേണ്ടി ശബ്ദമുയർത്തുകയും അവർക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുകയും ചെയ്ത, എന്നാൽ എല്ലാവരെയും സമന്മാരായി കണ്ട ശ്രീനാരായണ ഗുരുദേവൻ്റെ ആ കസേരയിലാണ് താൻ ഇരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് ആ ബോധം ഉണ്ടാവണം. അതല്ലാതെ ഒരിക്കലും അദ്ദേഹത്തിനെ പോലത്തെ ഒരു വ്യക്തി ഇരിക്കുന്ന സ്ഥാനത്തിൻ്റെ മഹിമ നോക്കണം. ഒരിക്കലും അങ്ങനെ വർഗീയ പരാമർശം നടത്താൻ പാടില്ല. തെറ്റ് തന്നെയാണത്. ഈ സമുദായത്തിനെ പേരെടുത്ത് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നത് അദ്ദേഹത്തിനെ പോലെ ഒരാൾക്ക് ഭൂഷണമാണോ? അത് അദ്ദേഹത്തിനെ കൊണ്ട് തിരുത്തിക്കാൻ എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല? എത്രയും നല്ല ബന്ധം ഉണ്ടായിട്ട്. അദ്ദേഹത്തിൻ്റെ ഈ ആറ്റിറ്റ്യൂഡിനോട് 1% പോലും ഞങ്ങൾ യോജിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ വർഗീയ പരാമർശങ്ങൾ തെറ്റാണ്. അതിനോട് ഞങ്ങൾക്ക് യോജിക്കാനും നിവർത്തിയില്ല. അത് ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒറ്റ വാക്കേ പറയാനുള്ളൂ, അവരുടെ തലയിൽ നെല്ലിക്ക തളം വെക്കേണ്ട നേരമായി. കൂട്ടത്തിൽ കോൺഗ്രസ് MLA അല്ല, പിന്നെ എന്തിനാ അദ്ദേഹത്തിൻ്റെ വിഷയം ചർച്ച ചെയ്യുന്നതിനാ? പാർട്ടിക്ക് പുറത്തുള്ള ഒരാളുടെ വിഷയം ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമസ്കാരം. വ്യക്തി ജീവിതത്തിലായാലും രാഷ്ട്രീയത്തിലായാലും കൃത്യമായ നിലപാടുകളുള്ള ആളുകളെയാണ് ജനങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്നത്. കൃത്യമായ നിലപാടുകൾ തുറന്നു പറഞ്ഞുകൊണ്ട് ജനത്തെ അഭിമുഖീകരിക്കുന്ന ആളുകളോടാണ് എപ്പോഴും ജനത്തിന് താല്പര്യം. ഉള്ളതുപോലെ ജനങ്ങളുടെ മുഖത്ത് നോക്കി പറയുവാൻ ധൈര്യം കാണിക്കുന്ന ആർജവമുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ വളരെ ചുരുക്കം തന്നെയാണ്. പ്രത്യേകിച്ചും മതമേലധ്യക്ഷന്മാരായ ചില ആളുകൾ നടത്തുന്ന പ്രവർത്തനങ്ങളോടും അവരുടെ പ്രസംഗങ്ങളോടും ഒരു വേളയിലും രാഷ്ട്രീയ നേതാക്കൾ ഒരു കാരണവശാലും കൃത്യമായ നിലപാടുകൾ തുറന്നു പറയാറില്ല, അതിനുള്ള ധൈര്യം കാണിക്കാറില്ല. പറഞ്ഞു വരുന്നത്, വെള്ളാപ്പള്ളി നടേശൻ ചില ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട മാധ്യമപ്രവർത്തകരെ തീവ്രവാദി എന്ന് വിളിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് കെ മുരളീധരൻ വെള്ളാപ്പള്ളി നടേശനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ച പത്രസമ്മേളനത്തെക്കുറിച്ച് തന്നെയാണ്. നിലപാടുകളുള്ള മനുഷ്യൻ തന്നെയാണ് കെ മുരളീധരൻ. കേരളം അഭിമാനത്തോടുകൂടി ലീഡർ എന്ന് അഭിസംബോധന ചെയ്തിരുന്ന, ഏറെക്കാലം കേരളം ഭരിച്ചിരുന്ന മൺമറഞ്ഞ മുഖ്യമന്ത്രിയായ കെ കരുണാകരന്റെ മകനായ കെ മുരളീധരൻ എപ്പോഴും വിവാദങ്ങളുടെ രാജകുമാരൻ തന്നെയായിരുന്നു. തനിക്ക് പറയാനുള്ളത് എന്തും വെട്ടിത്തുറന്ന് പറയുന്ന ശീലം കെ കരുണാകരൻ്റേതുപോലെ തന്നെ കെ മുരളീധരനും ഉണ്ടായിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു മാധ്യമപ്രവർത്തകനെ താൻ തീവ്രവാദിയാണല്ലോ എന്ന തരത്തിൽ അഭിപ്രായ പ്രകടനം നടത്തിയതിനെ കുറിച്ച് കെ മുരളീധരൻ പറഞ്ഞത്, വെള്ളാപ്പള്ളി നടേശൻ അത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം നടത്തിയത് തെറ്റ് തന്നെയാണ്. അദ്ദേഹം ഇരിക്കുന്ന കസേരയുടെ സ്ഥാനമെങ്കിലും മഹിമയെങ്കിലും അദ്ദേഹം മാനിക്കണമായിരുന്നു. ശ്രീനാരായണ ഗുരുദേവൻ ഉണ്ടാക്കിയ SNDP എന്ന പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി പദത്തിലിരിക്കുമ്പോൾ ആ പ്രസ്ഥാനത്തിൻ്റെയും താനിരിക്കുന്ന കസേരയുടെയും പദവിയുടെയും മഹത്വം മനസ്സിലാക്കാതെ അദ്ദേഹം സംസാരിച്ചത് തീരെ ശരിയായില്ല എന്ന് കൃത്യമായി തന്നെ കെ മുരളീധരൻ വെള്ളാപ്പള്ളി നടേശൻ്റെ മുഖമടച്ചു കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് മറുപടി പറഞ്ഞത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് വെള്ളാപ്പള്ളി നടേശനെ ഇത്രത്തോളം വഷളാക്കിയിരിക്കുന്നത് എന്നുകൂടി മുരളീധരൻ പറയാതെ പറഞ്ഞു വയ്ക്കുന്നു. വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ UDF-നൊപ്പമില്ല, അഥവാ ഞങ്ങളെ തള്ളി പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ വെള്ളാപ്പള്ളി നടേശനെ വന്ദിക്കുവാനോ നിന്ദിക്കുവാനോ ഇല്ല. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് വെള്ളാപ്പള്ളി നടേശൻ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള ആഭാസകരമായ പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ തിരുത്തേണ്ട ബാധ്യതയുള്ളത്. കാരണം ഇപ്പോൾ വെള്ളാപ്പള്ളി ഉള്ളത് മുഖ്യമന്ത്രിയുടെ ക്യാമ്പിലാണ് എന്നുകൂടി കെ മുരളീധരൻ ആഞ്ഞടിച്ചുകൊണ്ട് പറയുകയുണ്ടായി. കൂട്ടത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചും കെ മുരളീധരൻ തൻ്റെ അഭിപ്രായം തുറന്നു പറയുകയുണ്ടായി. ആദ്യമെല്ലാം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം വന്ദേ ഭാരത് പോലെ ചീറിപ്പാഞ്ഞാണ് അതിവേഗമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ പാസഞ്ചർ ട്രെയിൻ പോലെയാണ് SITയുടെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അത് ഇഴഞ്ഞിഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിന് കൃത്യമായ രാഷ്ട്രീയ സ്വാധീനം തന്നെയുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിൽ നിന്നും SITയുടെ മേൽ കൃത്യമായ സമ്മർദ്ദമുണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് കെ മുരളീധരന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ മട്ടിനാണ് SITയുടെ അന്വേഷണം പോകുന്നതെങ്കിൽ ഒരു സംശയം വേണ്ട, ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള ആളുകൾ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ജാമ്യത്തിൽ ഇറങ്ങും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് തേഞ്ഞുമേഞ്ഞു പോകാനും സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മുരളീധരൻ പറഞ്ഞത്. എന്നാൽ കോൺഗ്രസ് പാർട്ടി ഒരിക്കലും അത് അനുവദിക്കില്ല, ഞങ്ങൾ പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങും എന്ന് തന്നെയാണ് കെ മുരളീധരൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കണ്ട വിവരവും സോണിയാഗാന്ധിക്ക് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമുണ്ട് എന്നാണല്ലോ CPM അടക്കമുള്ള ആളുകൾ പറയുന്നത്. BJPയും അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അത്തരം ആളുകളുടെ തലയിൽ നെല്ലിക്കാത്തളം വെക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് കെ മുരളീധരൻ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത്. സോണിയാഗാന്ധിക്ക് ഈ വിഷയവുമായി എങ്ങനെയാണ് ബന്ധമുണ്ടാവുക? ഇത് പച്ചക്കള്ളമല്ലേ? അഥവാ
പരമാർത്ഥത്തെ വളച്ചൊടിക്കുന്ന തരത്തിൽ CPM-ന്റെ സൈബർ കേന്ദ്രങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയനും MV ഗോവിന്ദനും ഒരു പരിധിവരെ BJP-ക്കാരും കോൺഗ്രസിനെതിരെ നടത്തുന്ന ഒരു വിരോധാഭാസകരമായ പ്രചരണ പരിപാടി മാത്രമാണ് ഇത്. വാസ്തവത്തിൽ സ്വർണ്ണക്കൊള്ള നടത്തിയത് ആരാണ് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. ആ ജാള്യത മറിക്കുന്നതിന് വേണ്ടി, അതായത് CPM നേതാക്കളും CPM-ന്റെ സമ്പന്നരായ ആളുകളും ചേർന്ന് നടത്തിയ ഈ സ്വർണ്ണക്കൊള്ളയുടെ ഉത്തരവാദിത്ത ഭാരം, പാപഭാരം തലയിൽ നിന്നും ഒഴിച്ചുവിടുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്ന ചില ഗിമ്മിക്സുകൾ മാത്രമാണ് ഇത് എന്നാണ് കെ മുരളീധരൻ പറഞ്ഞത്. കെ മുരളീധരൻ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ തുറന്നടിച്ചത്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മിക്ക MLA-മാരും മത്സരിക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അതിനും കൃത്യമായ തന്റേതായ ശൈലിയിൽ മുരളീധരൻ ഉത്തരം നൽകി. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കോൺഗ്രസിലില്ല. കോൺഗ്രസിൽ ഇല്ലാത്ത ഒരാൾ അസംബ്ലിയിൽ മത്സരിക്കുമോ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമോ എന്നുള്ളതെല്ലാം പറയാൻ ഞങ്ങളാളല്ല. അതുകൊണ്ട് അത് അടഞ്ഞ അധ്യായം തന്നെയാണ് എന്ന് മുരളീധരൻ വ്യക്തമാക്കുകയുണ്ടായി. മുരളീധരൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ പ്രസ്താവനയുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. പിന്നോക്കക്കാർക്ക് വേണ്ടി ശബ്ദമുയർത്തുകയും അവർക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുകയും ചെയ്ത, എന്നാൽ എല്ലാവരെയും സമന്മാരായി കണ്ട ശ്രീനാരായണ ഗുരുദേവന്റെ ആ കസേരയിലാണ് താൻ ഇരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് ആ ബോധം ഉണ്ടാവണം. അതല്ലാതെ ഒരിക്കലും അദ്ദേഹത്തിനെ പോലത്തെ ഒരു വ്യക്തി ഇരിക്കുന്ന സ്ഥാനത്തിൻ്റെ മഹിമ നോക്കണം. ഒരിക്കലും അങ്ങനെ അധികം വർഗീയ പരാമർശം നടത്താൻ പാടില്ല. തെറ്റ് തന്നെയാണത്. ഈ സമുദായത്തിനെ പേരെടുത്ത് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നത് അദ്ദേഹത്തിനെ പോലെ ഒരാൾക്ക് ഭൂഷണമാണോ? അത് അദ്ദേഹത്തിനെ കൊണ്ട് തിരുത്തിക്കാൻ എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല? എത്രയും നല്ല ബന്ധം ഉണ്ടായിട്ട്. അപ്പോൾ അദ്ദേഹം പറയുന്ന CPM-നെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ സ്വാഗതം ചെയ്യുന്നു, മറ്റുള്ളവരെ കുറിച്ച് പറയുന്നതിനെക്കുറിച്ച് മൗനം പാലിക്കുന്നു. അതിൽ CPM-ന് ഉത്തരവാദിത്വം ഉണ്ട് കാര്യത്തിൽ. അങ്ങനെയുള്ളൊരു വ്യക്തിയെ മതേതരവാദി എന്ന് വിശേഷിപ്പിച്ച രീതി ശരിയായിരുന്നു. അപ്പം വെള്ളാപ്പള്ളിക്ക് തെറ്റ് പറ്റുന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച് തിരുത്തേണ്ട ചുമതല മുഖ്യമന്ത്രിക്കുണ്ട്. കാരണം അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കൂടെയാണ്. ഞങ്ങളധികം മുമ്പേ അദ്ദേഹം ഞങ്ങളെ തള്ളി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അദ്ദേഹത്തിനെ വന്ദിക്കാനുമില്ല, എന്നാൽ നിന്ദിക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ആറ്റിറ്റ്യൂഡിനോട് 1% പോലും ഞങ്ങൾ യോജിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ വർഗീയ പരാമർശങ്ങൾ തെറ്റാണ്. അതിനോട് ഞങ്ങൾക്ക് യോജിക്കാനും നിവർത്തിയില്ല. അത് ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് സോണിയാഗാന്ധിയുടെ ഇറ്റലി ബന്ധം, ഇറ്റലിയിൽ അവർക്ക് പുരാവസ്തു കച്ചവടം ഉണ്ട് എന്നാണ് പറയുന്നത്. എന്താണ് അത് അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒറ്റ വാക്കേ പറയാനുള്ളൂ, അവരുടെ തലയിൽ നെല്ലിക്ക തളം വെക്കേണ്ട നേരമായി. സോണിയാഗാന്ധിയുടെ വിഷയം വന്ന ശേഷം കോൺഗ്രസ് പഴയതുപോലെ വിഷയത്തിൽ ഇടപെടുന്നു. അതിശക്തമായിട്ട് ഞങ്ങൾ ഇടപെടുക മാത്രമല്ല, നാളെയും മറ്റന്നാളുള്ള ഞങ്ങളുടെ ക്യാമ്പിൽ സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള സമരവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. കാരണം ഇപ്പോൾ നടക്കുന്ന പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമമാണ്. ഇതേ രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നതെങ്കിൽ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ പോറ്റിക്ക് ഉൾപ്പെടെ ജാമ്യം കിട്ടുന്ന അവസ്ഥ കേരളത്തിലുണ്ടാവും. അത് ഞങ്ങൾക്ക് നല്ലപോലെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കാൻ പോകുന്നില്ല. ശക്തമായിട്ടുള്ള സമരം ഞങ്ങൾ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. ഒരു ആളെ പോലും രക്ഷപ്പെടാൻ ഞങ്ങൾ അനുവദിക്കില്ല. വന്നോട്ടെ, ഏത് അന്വേഷണം ഞങ്ങൾ സ്വാധീനം. പക്ഷേ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണം ഇപ്പോൾ, അതായത് ഇന്നലെ വരെ വന്ദേ ഭാരതിൻ്റെ സ്പീഡിൽ പോയിരുന്ന അന്വേഷണം ഇപ്പോൾ പാസഞ്ചർ ട്രെയിനിൻ്റെ അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. അത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമൊക്കെ ഞങ്ങൾ സംസാരിച്ച് തീർത്തോളാം. ലീഗ് എപ്പോഴും ന്യായമായിട്ടുള്ള ഡിമാൻഡുകൾ മാത്രം ഉന്നയിക്കുന്നവരാണ്. അതുകൊണ്ട് കോൺഗ്രസും ലീഗുമായിട്ട് ഒരു സീറ്റ് തർക്കം ഉണ്ടാവില്ല. അല്ല, മത്സരിക്കേണ്ട കാര്യം തീരുമാനിക്കേണ്ട ഹൈക്കമാൻഡാണ്. അദ്ദേഹം പാർട്ടിയില്ലല്ലോ, പിന്നെ എങ്ങനെ അദ്ദേഹത്തിന് അവിടെ ഈ ഒരു ചർച്ച അനാവശ്യമാണ്. കോൺഗ്രസ് പാർട്ടിയുടെ MLA-മാർ മഹാഭൂരിപക്ഷവും മത്സരിക്കുമെന്ന് പറയുമ്പോൾ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് MLA അല്ല, പിന്നെ എന്തിനാ അദ്ദേഹത്തിൻ്റെ വിഷയം ചർച്ച ചെയ്യുന്നത്? എന്തിനാ പാർട്ടിക്ക് പുറത്തുള്ള ഒരാളുടെ വിഷയം ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടോ?